നമസ്തേ. കഥകളതിസാഗരത്തിലേക്ക് സ്വാഗതം. കലയരങ്ങിൻ്റെ ദിവസമാണ്. ഞാൻ ഇന്നൊരു സാഹിത്യ ചിന്ത തന്നെ. നമ്മളിപ്പോൾ ഭജഗോവിന്ദമല്ലേ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്, ഒന്ന് മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഗുരുസ്വാമി പറയുന്നത്, ആചാര്യൻ പറയുന്നത്, ജീവിതത്തിൻ്റെ ആ ഒരു നിസ്സാരതയെപ്പറ്റി. ഒന്നുമില്ല, എന്ത് കാശ്, എന്ത് ബംഗ്ലാവ്, എന്തപ്പം ഈ എസ്റ്റേറ്റ് കൊണ്ടൊക്കെ കാര്യം, എനിക്ക് 4 വണ്ടിയുണ്ട്, എന്ത് പ്രയോജനം? ജീവൻ പോയാൽ പിന്നെ ശവം, ഒന്നും ഒരു കാര്യമില്ല. എന്തൊക്കെ ഉണ്ടെങ്കിലും ഇതുവരെ എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, അതാണ് പറയുന്നത്, എത്ര പ്രിയപ്പെട്ടവരാണെങ്കിലും, കണ്ണിലുണ്ണി പൊന്മകനാണെങ്കിലും ജീവനോടെ ഇരിക്കുമ്പോൾ, ജീവൻ പോയി കഴിഞ്ഞാൽ അമ്മയെ പിന്നെ ആരെങ്കിലും കെട്ടിപ്പിടിക്കുമോ? ഇല്ല. ഭർത്താവ് ഭാര്യയെ ആശ്ലേഷിക്കുമോ? ഇല്ലേ, ഇല്ല. ഈ ജീവനാണ് നമ്മളെയൊക്കെ തമ്മിൽ യോജിപ്പിച്ച് നിർത്തുന്നത്. ജീവിതത്തിൻ്റെ എപ്പോൾ വേണമെങ്കിൽ കൈവിട്ട് പോകാവുന്ന അവസ്ഥ. ജീവൻ എന്ന് പറയുന്നത് പോകാൻ പ്രത്യേക മുഹൂർത്തമൊന്നുമില്ല, ഒക്കെ തീരുമാനിച്ചിട്ട് ഇങ്ങോട്ട് വിട്ടേക്കണേ. നമ്മൾ വിചാരിക്കും നാളെ വരാട്ടോ, നാളെ തരാട്ടോ എന്നൊക്കെ സാധാരണ സംഭാഷണം, അടുത്ത മാസം കാണാട്ടോ, ഞാൻ അങ്ങോട്ട് പോകണ്ട കേട്ടോ എന്നൊക്കെ നമ്മളിങ്ങനെ പറയും. അല്പം ഒന്ന് ചിന്തിച്ചാൽ അതൊക്കെ പറ്റുന്നു. ഇപ്പം എന്താ ഉറപ്പ്? ഉറപ്പുമില്ല. ഓരോ ജീവി ജനിക്കിലന്നു ദൈവം കരുതിയിട്ടുണ്ടവനുള്ള മൃത്യുകാലം. ഒരു ജീവി ജനിക്കുന്നതിന് മുൻപ് അയാൾ എപ്പോഴാണ് മരിക്കേണ്ടത്, എങ്ങനെയാണ് മരിക്കേണ്ടത്, ഏത് സമയത്താണ്, എവിടെ വച്ചാണ്, ഏത് വിധത്തിലാണെന്നൊക്കെ ആദ്യം അങ്ങോട്ട് തീരുമാനിക്കും. പിന്നെ ആ ജനനം. ഒരു ലേശം ഇതൊന്നു മാറ്റി വയ്ക്കാൻ, 1 മണിക്കൂർ മുമ്പേ മരിക്കാനോ 1 മണിക്കൂറും കൂടി അങ്ങോട്ട് ജീവിച്ചിട്ട് മരിക്കാനോ മാറ്റി വയ്ക്കാൻ വിഫലം മനുഷ്യയത്നം. അതിനു വേണ്ടിയുള്ള ശ്രമം വിഫലമാണ്, ഒരു പ്രയോജനമില്ല. അപ്പോൾ ഭജഗോവിന്ദത്തിൽ 8ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, നമുക്ക് കാമവികാരങ്ങളും, അതായത് സജ്ജന സംസർഗം കൊണ്ട് നമുക്ക് വിഷയവൈരാഗ്യങ്ങൾ ഉണ്ടാകുന്നു. ലൗകിക സുഖങ്ങളോട് വൈരാഗ്യം ഉണ്ടാകുന്നു. വിഷയവൈരാഗ്യം വന്നാൽ നമ്മുടെ മോഹങ്ങളൊക്കെ അങ്ങോട്ട് നിയന്ത്രണത്തിലാവും, ഇല്ലാണ്ട് തന്നെയാവും, നശിക്കുന്നു തന്നെ പറയാം. മോഹങ്ങൾ നശിച്ചാൽ നിശ്ചല ജ്ഞാനമുണ്ടാകാം. നിശ്ചല ജ്ഞാനം ഉണ്ടായാൽ പിന്നെ ജീവൻ മുക്തി ഉറപ്പാണ്. ജീവൻ മുക്തിയാണ്. പിന്നെ എന്ത് വന്നാലും ഇല്ല, ഒരു സുഖവും ഇല്ല, ദുഃഖവും ഇല്ല, വിശപ്പും ഇല്ല, ദാഹവും ഇല്ല. അതൊക്കെയാണ് നിശ്ചല ജ്ഞാനം. ആ ലെവലിലേക്കൊന്നും അയ്യോ നിർത്താൻ പറ്റില്ല, പറ്റുക വേണ്ട എന്ന് തോന്നുന്നു എനിക്ക്. അങ്ങോട്ട് വൈരാഗ്യം വരാത്തോണ്ടാ ഞാൻ 10ാമത്തെ ശ്ലോകം വായിക്കുകയാണ്. വയസികാക്ക കാമവികാര, വയസികാക്ക കാമവികാര, ശുഷ്കേ നീരേക്വ കാസാര, ശുഷ്കേ നീരേക കാസാര, ക്ഷീണേ വിത്തേക പരിവാര, ക്ഷീണേ വിത്തേ കാ പരിവാര, ജ്ഞാതേ തത്വേ കാ സംസാര. എന്താ ഈ ശ്ലോകത്തിൽ പറയുന്നത്? വയസ്സി ഗാ കാ കാമവികാര. യൗവനത്തിലൊക്കെ നല്ല കാമവികാര. വയസ്സിന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ, യൗവനത്തിൽ കുടുംബജീവിതത്തോട് എന്തെന്നില്ലാത്തൊരു ആസക്തിയാണ്. ഭാര്യയെ കാണണം, ഓരോ തമ്മിൽ സംസാരിക്കുമ്പോഴൊക്കെ ഞാൻ ജോലി സ്ഥലത്തൊക്കെ അയ്യോ എനിക്ക് വീട്ടിൽ പോകാണ്ട് പറ്റില്ല, സന്ധ്യയ്ക്ക് മുമ്പേ ചെന്ന്, ചില സാറന്മാർ പറയും സന്ധ്യയ്ക്ക് മുമ്പേ ചെന്നില്ലെങ്കിൽ അവൾ ലഹളയുണ്ടാക്കും. ആരെയായി പറയണേ? ഭാര്യ. എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ. എനിക്ക് വേഗം പോകണം, ഇരുട്ടാവുമ്പോൾ അവർക്ക് പേടിയാവും, ഞാനങ്ങോട്ട് ചെന്നിട്ട് വേണം എന്നുള്ളൊരു മട്ടിൽ പല പുരുഷന്മാരും അങ്ങനെ വിചാരിക്കും. പല സ്ത്രീകളും എനിക്ക് വീട്ടിൽ ചെന്ന് 100 കാര്യങ്ങളുണ്ട്, അദ്ദേഹം വരുമ്പോഴത്തേക്ക് ഇന്നൊക്കെ ചെയ്യണം, കുട്ടികൾ വരുമ്പോഴേക്കും ഇന്നൊക്കെ ചെയ്യണം. ആകെ നമുക്ക് ഈ
വീട്, കുടുംബം, നമ്മുടെ ഭർത്താവ്, കുട്ടികൾ, ഭാര്യ, കുട്ടികൾ, അങ്ങനെയുള്ള ഒരു തോന്നലാണ്. അതായത് അതൊക്കെ യൗവനത്തിൽ കുറേ കൂടി പ്രായം കഴിഞ്ഞ് വയസ്സായി പ്രായമാകുമ്പോൾ വയസ്സീക കൗമാരം, അതായത് യൗവനം അങ്ങോട്ട് നശിച്ചു, നമ്മൾ വാർദ്ധക്യത്തിലേക്ക് എത്തി. ഒരു 70 വയസ്സുമൊക്കെ കഴിഞ്ഞു, 75 അങ്ങോട്ട് കഴിഞ്ഞോട്ടെ, സംശയിക്കേണ്ട അതിന്. പിന്നെ കാമവികാരം ഉണ്ടോ? ഒന്നുമില്ല എന്നാ ആചാര്യർ പറയണേ. പക്ഷെ എനിക്കിപ്പോൾ പത്രം വായിക്കുമ്പോൾ ചിലപ്പോൾ തോന്നാറുണ്ട്, ഇത് 6 വയസ്സായ പെൺകുട്ടിയെ, 16 വയസ്സായ പെൺകുട്ടിയെ, 40 വയസ്സായ വീട്ടമ്മയെ ഒക്കെ പീഡിപ്പിക്കുക. ചെറുപ്പക്കാരുമുണ്ട്, വയസ്സായവരുമുണ്ട്. 72 വയസ്സായ പുരുഷൻ 8 വയസ്സായ പെൺകുട്ടിയെ പീഡിപ്പിച്ചു, പോക്സോ കേസ് എടുത്തു. ചെന്ത ഈ കേൾക്കണേ? 75 വയസ്സുള്ള പുരുഷനോ, മക്കളും മക്കളും, അതിലും കൊച്ച ഈ പീഡിപ്പിച്ച ഇര. അപ്പോൾ എന്ന് പറയുന്നു ആചാര്യരെന്താ പറയുന്നത്? വയസീക കാമവികാര. യൗവനം നശിച്ചാൽ പിന്നെ കാമവികാരം ഉണ്ടോ? ഇല്ല എന്നാണ് ധ്വനി. ശുഷ്കേ നീരേ കാസാര. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉദാഹരണം ആചാര്യർ പറയാം. ശുഷ്കേ നീരെന്ന് പറഞ്ഞാൽ വെള്ളം. ശുഷ്കിച്ചാൽ, വെള്ളം വറ്റിയാൽ, വലിയൊരു കുളം സമൃദ്ധമായി, കുളം നിറയെ വെള്ളമുണ്ട്, താമരകളൊക്കെ വിടർന്ന് അരയന്നങ്ങളൊക്കെ നീന്തുണ്ട്, മറ്റ് ജലജീവികളും അത്യാവശ്യമൊക്കെ ഉണ്ട്. സുഖമായിട്ട് ആൾക്കാർ ഇറങ്ങണു, കുളിക്കണു, പശുക്കളെ കുളിപ്പിക്കണു, നല്ല സൗകര്യമായിട്ട് പൊതുജനസേവനം നടത്തിക്കൊണ്ടിരിക്കുന്ന നല്ലൊരു തടാകം. അത് ശുഷ്കേ നീരങ്ങ് വറ്റിപ്പോയി, കുളം അങ്ങ് വറ്റിപ്പോയി. പിന്നെ അവിടെ കുളമുണ്ടോ? പൊയ്കയുണ്ടോ? തടാകമുണ്ടോ? അതുപോലെ യൗവനം അങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ, വാർദ്ധക്യം എത്തിയാൽ പിന്നെ കാമവികാരം ഉണ്ടോ? ആചാര്യരുടെ ധ്വനി ഇല്ല എന്നുള്ള അർത്ഥം. വയസീക കാമവികാര ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ പരിവാര. ഇവിടെ സത്യമാണ്. ഇവിടെ എന്താ പറയണേ? വിത്തം എന്ന് പറഞ്ഞാൽ ധനം, സമ്പത്ത്, കാശ്, ബാങ്ക് ബാലൻസ് എന്ന് തന്നെ പറയാം. അത് ക്ഷീണിച്ചു പോയാൽ, വരുമാനം അങ്ങോട്ട് കുറഞ്ഞു പോയാൽ, കയ്യിൽ കാശൊന്നുമില്ല, പ്രായമായി, അങ്ങനെ വന്നാൽ പരിവാരം എന്ന് പറഞ്ഞാൽ പിന്നെ കുടുംബ ബന്ധങ്ങളോ ബന്ധുക്കളോ ആരെങ്കിലും ഉണ്ടോ? 10 പൈസയ്ക്ക് വരുമാനമില്ലാത്ത ഈ വയസ്സ് ചെന്ന ഈ അപ്പൂപ്പനെ അമ്മൂമ്മയെ അർക്കണം എന്നുള്ളൊരു ചിന്താഗതിയാകും മറ്റ് ബന്ധുമിത്രാദികൾക്ക് എന്ന് ആചാര്യർക്കൊരു തോന്നൽ. പല അനുഭവങ്ങളും നമ്മൾ പത്രദ്വാര കാണുന്നുണ്ട്. കേരളത്തിൽ വൃദ്ധസദനങ്ങൾ പെരുകി വരണമെന്നാണ് പറയണത്. അപ്പോൾ യാതേ തത്വേ കാ സംസാര. തത്വജ്ഞാനമുണ്ടായാൽ പിന്നെ അതുപോലെയാണ്. ഈ കാശില്ലാതെ കണ്ടാകുമ്പോൾ നമ്മൾക്ക് ഒന്നും ആരും മൈൻഡ് ചെയ്യണില്ല. യൗവനം പോയാൽ കാമവികാരമില്ല, കാശ് പോയാൽ പിന്നെ ഒരു കാര്യമില്ല, നമുക്ക് പരിവാരമൊന്നുമില്ല, കുടുംബമൊന്നുമില്ല. ഇപ്പോൾ കുളത്തിലെ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ പിന്നെ തടാകം ഇല്ല എന്നതുപോലെയാണ് ജ്ഞാതേ തത്വേ കാ സംസാര. തത്വജ്ഞാനമുണ്ടായാൽ, തത്വജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മീയമായ ജ്ഞാനം, അറിവ് ഉണ്ടായാൽ, ലൗകിക സുഖങ്ങളോട് വിരക്തി ഉണ്ടായാൽ ഭക്തി വരും. ഭക്തി ഉണ്ടാകണമെങ്കിൽ ഈ ലൗകിക സുഖങ്ങളോടുള്ള ആസക്തി അങ്ങോട്ട് മാറണം. ആ തത്വജ്ഞാനം നമുക്കുണ്ടായാൽ പിന്നെ സംസാരമുണ്ടോ? സംസാരം എന്ന് പറഞ്ഞാൽ ഈ മോഹങ്ങളും, കാമം, ക്രോധം, ലോഭം തുടങ്ങിയ മോഹങ്ങൾ, ധനാർത്ഥി, അങ്ങനെ പല കാര്യങ്ങൾ, അതൊന്നും നമുക്ക് ഇല്ലാതാകും. തത്വജ്ഞാനം ഉണ്ടാകണമെങ്കിൽ ഈശ്വരവചനം, ഭക്തി, തത്വജ്ഞാനം.
അങ്ങനെയാണ് അതിൻ്റെ ഒരു ഘടന. അപ്പോൾ ഈ ശ്ലോകം ഞാൻ ഒന്നുകൂടെ വായിക്കുകയാണ്. യൗവനം നശിച്ചാൽ പിന്നെ കാമവികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. വെള്ളം വറ്റിയാൽ പിന്നെ തടാകത്തിന്, പൊയ്കയ്ക്ക്, കുളത്തിന് എന്തെങ്കിലും പ്രസക്തി ഉണ്ടോ? അതുപോലെ യൗവനം പോയി വാർദ്ധക്യത്തിൽ എത്തിയാൽ കാമവികാരമില്ല. പണം നശിച്ചാൽ പിന്നെ ബന്ധുക്കളും സ്വത്തുക്കളും ആരും ഒരു ബന്ധവും ഇല്ല, സ്വന്തവും ഇല്ല. എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെയാണ് തത്വജ്ഞാനമുണ്ടായാൽ പിന്നെ നമുക്ക് ഈ ലോകത്ത് ബന്ധുമിത്രാദികളെന്നോ മോഹങ്ങളെന്നോ കാമങ്ങളെന്നോ അങ്ങനെയുള്ളതും ഒന്നുമില്ല. അതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഒന്നുകൂടെ വായിക്കുന്നത്. വയസീകാ കാമവികാര ശുഷ്കേ നീരേ കാസാര ക്ഷീണേ വിത്തേ കാ പരിവാര ജാതേ തത്വേ കാ സംസാര. ആചാര്യ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ കേട്ടു ചിന്തിച്ചു നോക്കുക, പറയണതൊക്കെ ശരിയാണോ എന്ന്. ഭജഗോവിന്ദത്തിലെ 10ാമത്തെ ശ്ലോകമാണ് ഞാൻ ഇന്ന് വായിച്ചതും. എനിക്കറിയാവുന്ന വിധത്തിൽ ഒന്ന് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു ശ്രമം നടത്തിയതും. നിങ്ങൾക്ക് ഈ ശ്ലോകം ഇഷ്ടപ്പെട്ട് കാണും വിചാരിക്കും. ഭജഗോവിന്ദത്തിൽ ഇനി 2 ശ്ലോകങ്ങളും കൂടിയുണ്ട് പറയാൻ. അത് കഴിഞ്ഞാൽ നമുക്ക് മറ്റൊരു സാഹിത്യ ചിന്തയിലേക്ക് പോകാം. നമുക്കിതിങ്ങനെ തുടങ്ങിക്കൂടെ? എന്തപ്പോൾ അതുകൊണ്ട് വിരോധം? ഒരാഴ്ചയിൽ ഒരു 10-15 മിനിറ്റ് ഒരു നല്ല കാര്യത്തെപ്പറ്റി ചിന്തിക്കുക, അത്രയേ ഉള്ളൂ. ഞാൻ നിങ്ങളുടെ മാലതി ചേച്ചി. ഈ കാര്യങ്ങളും നിങ്ങൾ മറ്റുള്ളവരുമായിട്ട് സംസാരിക്കുമ്പോൾ ഈ ശ്ലോകം ഒന്ന് ചൊല്ലി കേൾപ്പിക്കൂ. ഇത് കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കൂ. ഇല്ലെങ്കിൽ ഇപ്പോൾ കേൾക്കൂ. ഞാൻ ഇതിൻ്റെ അർത്ഥം ഒന്ന് പറയട്ടെ. നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കാൻ പഠിക്കൂന്നേ. നിങ്ങൾക്ക് ഇങ്ങനെ പലതും വ്യാഖ്യാനിക്കാനും പറയാനും ഒക്കെ സാധിക്കും. എന്നേക്കാൾ ഭംഗിയായിട്ടൊക്കെ നിങ്ങൾക്ക് സാധിക്കുന്ന എൻ്റെ തോന്നൽ. മടിച്ചിരിക്കണോണ്ടാണ് പറ്റാത്തത്. മടി വേണ്ട. നമ്മൾ പ്രവർത്തനോന്മുഖമായിരിക്കണം, കർമ്മനിരതരായിരിക്കണം. പ്രത്യേകിച്ച് പ്രായമുണ്ട്. എനിക്ക് വയസ്സ് എത്രയെന്ന വിചാരം? 78. ആരോട് പറയണ്ട കേട്ടോ. പക്ഷേ നമ്മൾ വെറുതെ ഇരിക്കരുത്. ഞാൻ ചില സമയങ്ങളിൽ ഈ പ്രായമായിട്ടുള്ളവർ, എനിക്ക് കയ്യിന് വേദനയാണ്, കഴുത്തിന് വേദനയാണ്, കാലിൻ്റെ മുട്ടിന് അപ്പടിയും വേദനയാണ്, നടക്കാൻ വയ്യ, ഈ ക്ഷേത്രത്തിലൊക്കെ ചെല്ലുമ്പോൾ എന്തേ കണ്ടില്ലല്ലോ 4 ദിവസമായിട്ട് എന്ന് പറയുമ്പോൾ ഇങ്ങനെയൊക്കെ പറയും. അപ്പോൾ ഞാൻ പറയും, ഒരു 10 ദിവസം തികച്ചിരിക്കാമോ വീട്ടിൽ? എങ്ങും പോണ്ട, അമ്പലത്തിലും പോണ്ട, അയൽപ്പക്കത്തും പോണ്ട, എങ്ങും പോണ്ട, അവിടെ ഇരിക്കും. എന്തിനാ? 11ാം ദിവസം തൊട്ട് നിങ്ങൾക്ക് എണീക്കാൻ പറ്റില്ല. കിടക്കപ്പായിന്ന് എണീക്കണ്ടേ? പറ്റില്ല. നമ്മൾ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരുന്ന കൈ കഴക്കുണ്ടോ? ഏത് കയ്യാണ് കഴക്കണേ? ഈ കൈ തരിക്കുക ടീച്ചറെ. കയ്യിന് തരിപ്പ. ഇവിടെ കുറച്ച് നേരം ഇങ്ങനെ ഇങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ കൈ തരിക്കും. കൈ അവിടുന്ന് പൊക്കുക. മറ്റേ കൈയോട് തരിക്കണില്ല. പതുക്കനെ ഇങ്ങനെ 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 ഇങ്ങനെയൊക്കെ ഒന്നങ്ങോട്ട് ഞെക്കും. ഇങ്ങോട്ടും ഞെക്കാം. നമ്മുടെ തന്നെ കൈയല്ലേ. ആൾക്കാർ കാണുന്നവർക്ക് വന്ന് എന്ത് ഈ കൈ പിടിച്ച് ഞെക്കി കളിക്കണേ? ഇത് കളിയൊന്നുമല്ല, ഇതൊരു എക്സർസൈസാണ്. രക്തോട്ടം വർദ്ധിക്കും. ഇങ്ങനെ ഞെക്കുമ്പോൾ രക്തോട്ടം വർദ്ധിക്കും. കാല് ഞെക്കും. കിടന്നുറങ്ങുമ്പോൾ വയസ്സായവരുടെ കാലിങ്ങനെ ഞെക്കി കൊടുക്കും. എന്തിനാ? കാലിൻ്റെ കഴപ്പും തരിപ്പും മാറിക്കിട്ടും. ആ സുഖത്തിൽ അങ്ങോട്ട് ഉറങ്ങും ആൾ. അതാണ്. അതുകൊണ്ട് കുറച്ച് മിതമായ എക്സർസൈസുകൾ, ഒന്ന് പതുക്കെ നടക്കുക, പറ്റണ പോലെ നടക്കുക. നമുക്ക് പറ്റണ പോലെ മറ്റുള്ളവരോട് വർത്തമാനം പറയാം. മിണ്ടാതിരിക്കല്ലേ. മിണ്ടാതിരുന്നാൽ നമുക്ക് പിന്നെ മിണ്ടാൻ പറ്റാതെ വർത്തമാനം പറയണ്ട, മുശ്ചിലായി മൗനിയായി പോവും. പാടില്ല. ഇത് പല പ്രായമായവരുടെ കൂട്ടായ്മകളിൽ ഞാൻ ചിലപ്പോൾ മോട്ടിവേഷൻ ക്ലാസ് എടുക്കാനൊക്കെ പോകാറുണ്ട്. അപ്പോൾ പറയുന്ന ഒരു മോട്ടിവേഷനാണ്, ഇതെനിക്കിഷ്ടമല്ല, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ പല ഭക്ഷണങ്ങൾ പറ്റി. അങ്ങനെയില്ല. തിരുന്ന് കഴിച്ചു നോക്കുക. ചിലപ്പോൾ ഇഷ്ടമാവും, ചിലപ്പോൾ ഇഷ്ടമാവില്ല. ഇന്ന് വേണ്ട തോന്നി ചിലപ്പോൾ നാളെ ഇഷ്ടപ്പെടുക. അങ്ങനെ നമ്മളെപ്പോഴും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ആക്റ്റീവായി കൊണ്ടിരിക്കണം, പ്രവർത്തനോന്മുഖരായിരിക്കണം. ആധ്യാത്മിക വഴികളിലൂടെയാണെങ്കിൽ അങ്ങനെ, പാചക വഴികളിലൂടെയാണെങ്കിൽ അങ്ങനെ, അതല്ല മറ്റ് ചെറിയ ചെറിയ ജോലികളൊക്കെ ചെയ്തിട്ടങ്ങനെ. ചിലർക്ക് ഗാർഡനിങ് വളരെ ഇഷ്ടമാണ്. ഞാൻ ഇവിടെ ഒരു കൂട്ടം ചെടികളൊക്കെ വച്ചിട്ടുണ്ട്.
കൃഷി എനിക്ക് പറ്റണില്ല, സാധിക്കണില്ല. ആരെ കൊണ്ടെങ്കിലൊക്കെ ചെയ്യിപ്പിക്കും പറയാം, അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞ് എൻ്റെ മോട്ടിവേഷൻ പറയുക മാത്രമല്ല, ഞാൻ സ്വയം മോട്ടിവേറ്റഡ് ആവുകയും ചെയ്തു. ഇപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞ ഭജഗോവിന്ദത്തിലെ ഈ ശ്ലോകം നിങ്ങൾ ചുരുങ്ങിയത് 4 ആളോട് പറയൂ. 4 ആളോട് ഇത് മതി. നല്ലൊരു മോട്ടിവേഷൻ ക്ലാസ് ആയിരിക്കും കേട്ടോ. എല്ലാവർക്കും നന്ദി. ഇതുവഴി വന്നാലും ഇത്തിരി നേരമിരുന്നാലും കഥകൾ കേട്ടാലും കളിയായി പറയും കഥയാണേ, കാര്യം പറയും കഥയാണേ. ഓക്കെ. സാഹിത്യചിന്തയുമായിട്ട് ആചാര്യസ്വാമികൾ പറയുന്നത് പോലെയാണെങ്കിൽ എങ്ങനെ പറയാൻ പറ്റും അടുത്ത ആഴ്ച കാണാമെന്ന്? എന്നാലും ശുഭപ്രതീക്ഷയിൽ അടുത്ത ആഴ്ച കാണാം. എല്ലാവർക്കും നന്ദി.